26 വർഷത്തെ ലെഗസി ഉണ്ട് ഈ വണ്ടിക്ക്. 26 വർഷം കൊണ്ട് മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും ഈ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. സെയിം ബോഡി തന്നെയാണ് ഇപ്പോഴും ആ വണ്ടിയുടെ. അതാണ് നമ്മുടെ മഹേന്ദ്ര ബൊലേറോ. ആദ്യം ഇറക്കിയത് DI എഞ്ചിൻ, പിന്നെ DI ടർബോ ഇറക്കി, പിന്നെ ഇറക്കിയത് എനിക്ക് തോന്നുന്നത് DI ടർബോ തന്നെ വേറൊരു മോഡൽ ഇറക്കി, പിന്നെ CRDI ഇറക്കി, പിന്നെ M2DI ഇറക്കി, പിന്നെ M-Hawk ഇറക്കി. ഇപ്പം നിൽക്കുകയാണ് ആ ഒരു വണ്ടി. പല ജനറേഷൻ കടന്നു പോയിട്ടും ഇന്നും ആ വണ്ടിക്ക് മേജർ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു വണ്ടി ഇന്നും പുതിയ വണ്ടിയുടെ സെയില് അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആ ഒരു വണ്ടിയാണ് നമ്മുടെ മഹേന്ദ്ര ബൊലേറോ. ഏതൊരു സാധാരണക്കാരനും വളരെ വിചാരിച്ചാൽ എന്തായാലും പുതിയത് വാങ്ങിക്കാൻ പറ്റും. ഞാൻ അഥവാ പുതിയത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു യൂസ്ഡ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു പഴയ മോഡലൊക്കെ ഒരു 2, 3, 4 ലക്ഷം രൂപക്ക് പല മോഡലിൽ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു വണ്ടി. എന്നാൽ നമ്മൾ വിചാരിക്കും ഒരു 4 വീലല്ലല്ലോ, എന്നാൽ 4 വീലുകൾ അനായാസം കയറിപ്പോകുന്ന സ്ഥലത്ത് ഈ 2 വീല് ബൊലേറോ സിമ്പിളി കയറിപ്പോവും. കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് യാത്രകൾ ബൊലേറോയിലുള്ളത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു വണ്ടി 26 വർഷമായിട്ട് ഇന്നും ഫീൽഡിലുണ്ടെങ്കിൽ അവനൊരു ചില്ലറക്കാരനല്ല. അപ്പോൾ ബൊലേറോ യൂസേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഇന്ന് നമ്മൾ പറയുന്നത് ബൊലേറോനെ പറ്റിയാണ്. ആദ്യം ബൊലേറോ ആഡുകൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായി, എപ്പോഴും ഒരു റഫ് ടൈപ്പ് ആഡായിരിക്കും. അത് മഹേന്ദ്രയുടെ മിക്ക വണ്ടികൾ നിങ്ങൾക്ക് അറിയാലോ. അവർക്ക് ചെറിയ വണ്ടി ഉണ്ടാക്കാൻ അറിയില്ല മഹേന്ദ്രക്ക്, കുഞ്ഞു കാറൊന്നും ഉണ്ടാക്കാൻ മഹേന്ദ്രക്ക് അറിയില്ല. സിഡാൻ, ഹാച്ച് ബാക്ക്, സത്യം പറയാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലേ വേറെ എന്താണ് ഇപ്പൊ റെനോൾട്ട് ഇന്ത്യയിലേക്ക് അവരൊരു കൊളാബ് ചെയ്തൊക്കെ വണ്ടികൾ ഇറക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ട് സെഡാനോ അല്ലെങ്കിൽ ഹാച്ച് ബാക്കോ ഉണ്ടാക്കി അത്ര ഫേമസ് ആവാൻ മഹേന്ദ്രനെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അവർക്ക് അറിയാവുന്ന പണി SUVs ഉണ്ടാക്കാനാണ്. SUV നിങ്ങൾ കൊടുത്തോ നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് സാധനം ഒന്നല്ല, വേൾഡിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് സാധനം മഹേന്ദ്ര ഉണ്ടാക്കും. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് MM540, MM550, അത് കഴിഞ്ഞ് പിന്നെ DI താർ, അതിലാണ് താറിന്റെ തുടക്കം. ആ വണ്ടിക്കും നല്ല ലെഗസി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് MM540 വിട്ട് ഞാൻ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ നെയിമിൽ ഇപ്പൊ താർ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2008 ആ ടൈമിലാണ് താർ ഇറങ്ങിയത്. പക്ഷെ ബൊലേറോ 2000 ആദ്യത്തെ മോഡല്. ഞാൻ പറഞ്ഞ പോലെ DI എഞ്ചിൻ ഇറങ്ങിയത്. അതിന്റെ ആഡൊക്കെ ഇല്ലേ, കിട്ടില്ല ആഡായിരുന്നു അത്. അല്ല നീ ബൊലേറോയുടെ എല്ലാ ആഡും ഞാൻ താഴത്ത് ഇങ്ങനെ വെറുതെ കാണിച്ചു തരാം. എല്ലാ ആഡും ഇല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഫ്നെസ് ഉണ്ട് എല്ലാ ആഡിനും. പിന്നെ ആദ്യത്തെ ഷേപ്പ് കഴിഞ്ഞിട്ട് DI ടർബോ വണ്ടികൾക്ക് ഒരു പ്രത്യേക ഡിമാൻഡായിരുന്നു ബൊലേറോക്ക്. അത് കഴിഞ്ഞ് പിന്നെ വന്നതും ഒരു DI ടർബോ തന്നെ ഫേസ് ലിഫ്റ്റ് വന്ന്. ഫസ്റ്റത്തെ 2 വണ്ടി ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ ശരിയാന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഫസ്റ്റ് ഇറങ്ങിയ 2 വണ്ടികൾ സെയിം ആയിരുന്നു വണ്ടി. അതിന് എനിക്ക് തോന്നുന്നു 2007 2008 ആണ് ഫേസ് ലിഫ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റോം എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങി, CRD എഞ്ചിൻ വെച്ചിട്ട്. അത് നമ്മുടെ സ്കോർപ്പിയോയുടെ എഞ്ചിൻ സെയിം തന്നെ ബൊലേറോയിൽ വെച്ചിട്ട് സ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വന്നു. അത് കഴിഞ്ഞിട്ട് 2011 12 ആണ് M2DI എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറങ്ങിയത്. അതും ക്ലിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2016 17 ആണ് M-Hawk എന്ന് പറഞ്ഞിട്ട് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർ. അത് പവർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. 70 bhp, പഴയ വണ്ടി 65 bhp ആയിരുന്നു, പുതിയ വണ്ടി 70 bhp 3 സിലിണ്ടർ 1.5 M-Hawk എഞ്ചിൻ കൊണ്ടുവന്നത്. അങ്ങനെ ശരിക്കും എനിക്ക് ബൊലേറോ 2.5 എന്തോ ആയിരുന്നു, 2500 cc ആയിരുന്നു. എന്തെങ്കിലും ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ എൻ്റെ ഓർമ്മകൾ വെച്ച് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലെഗസിയാണ്. പിന്നെ പവർ പ്ലസ് ഇറങ്ങി, പിന്നെ പവർ പ്ലസിൽ തന്നെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ എയർ ബാഗ് വന്നിട്ടുണ്ട് വണ്ടിക്ക്. അതാണ് ഇപ്പോൾ മേജർ അപ്ഡേറ്റ് കൊണ്ടുവന്നത്. എയർ ബാഗ്, EBD, പിന്നെ ഇത് ABS കൊണ്ടുവന്നിട്ടുണ്ട് ബൊലേറോയിൽ. എന്നാലോ ബോഡിക്ക് ഒരു മാറ്റവും ഇല്ല. ഇന്റീരിയറൊക്കെ കുറച്ചും കൂടെ നന്നാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്നാലും കാര്യമൊന്നുമില്ല, റോനസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവരിപ്പോഴും അതുപോലെ തന്നെ മറ്റേ ഫെബിക്കോളിട്ട് ഒട്ടിച്ച പരിപാടിയൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമാണ്. അല്ല അവർ റഫായിട്ട് യൂസ് ചെയ്യാൻ ആ വണ്ടി എന്തുകൊണ്ടും 100% അടിവരായിട്ട് ഞാൻ പറയാം ബെസ്റ്റാണ്. പിന്നെ ഓഫ് റോഡിങ്ങിലാണെങ്കിലും 4 വീല്
ഞാൻ പറഞ്ഞേ ഇപ്പൊ 4 വീല് 2018-19 വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നണം 4 വീല്. പക്ഷെ അത് M2D എഞ്ചിനിലാണ് 4 വീൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പവർ പ്ലസിൽ ഇതുവരെ 1.5 4 വീൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് മറ്റേലുണ്ട് പിക്കപ്പ് വണ്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നണത്. നിങ്ങൾ പിക്കപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. 4x4 എഴുതിയിട്ടേ അന്ന് വെച്ചാൽ ഇതായിരിക്കും സിംഗിൾ ക്യാബിൻ വണ്ടി ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. ക്യാമ്പറിലും ഉണ്ട് പിന്നെ 4x4 ക്യാമ്പറിൽ. പക്ഷേ ടാക്സി ആയിരിക്കും, അപ്പൊ നമുക്ക് മറ്റേ ഇറക്കാൻ പറ്റില്ല. അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലിലേക്ക് പോവും വണ്ടികളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ പുതിയ വണ്ടി ബൊലേറോ ഒരു 10-12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബൊലേറോ ഇറക്കാം. അല്ല 10-12 ലക്ഷം. പക്ഷെ കുറച്ച് പണികൾ എടുക്കേണ്ടി വരും. ടയർ, അലോയ്സ്, സൗണ്ട് സിസ്റ്റം, സീറ്റ് ഇപ്പൊ കുറച്ചും കൂടെ നന്നാണ്. പക്ഷേ ഇല്ലേ എന്നാലും ഹാൻഡ് റെസ്റ്റ് വേണം. അതിപ്പോ താറിനും മരുന്നില്ല. പക്ഷെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ എന്നാലും കാശ് മുടക്കണം. സംവേർ അറൗണ്ട് ഒരു 14-14.5 രൂപ ഉണ്ടെങ്കിലേ ബൊലേറോ വെറുതെ പീക്ക് അടിപൊളിയാക്കാം, പണിത് അടിപൊളിയാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-12 ലക്ഷം രൂപക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി ആയിട്ടും പോവാം. നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാം. അല്ല എല്ലാം കൂടെ പറ്റിയൊരു വണ്ടി. നിന്റെ അഭിപ്രായം ഒന്ന് ബൊലേറോ? ഒരു ബിഗിനറിന് എന്തായാലും ഞാൻ ബൊലേറോ സത്യമായിട്ടും ഞാൻ കണ്ണും പൂട്ടി എടുത്തോളാൻ പറയും. കാരണം അത്രയും എക്സ്പെൻസീവും അല്ല, മെയിൻ്റെനൻസ് അത്ര എക്സ്പെൻസീവ് അല്ല. അതുകൊണ്ട് ബൊലേറോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തോ. ഞാൻ ഏകദേശം 10 വർഷമായി ബൊലേറോ ഉപയോഗിക്കണത്. അത് അത്യാവശ്യം ഞങ്ങൾ കസ്റ്റമൊക്കെ ചെയ്ത് ഇപ്പോഴും വരെ എത്തി. അപ്പോൾ നിങ്ങൾക്കും എന്താണ് ഒരു ബൊലേറോ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോ. ആ പൈസക്ക് നിങ്ങളെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും അല്ലേ, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോ വണ്ടിയില്. ആ വണ്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അത് നിങ്ങളെ വിട്ടു പോകില്ല. പിന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ തുരുമ്പിന്റെ കാര്യം ഞാൻ പറയാം. തുരുമ്പ് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര എല്ലാ വണ്ടിയിലും ഉണ്ട് പൊതുവെ തുരുമ്പ്. പിന്നെ ബൊലേറോയിൽ ശരി കൂടുതലാണ്. പക്ഷെ പുതിയ മോഡലില് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്ത് അവർ ഇറക്കിയിട്ടുണ്ട്. ബൊലേറോയുടെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും ബോണറ്റിന്റെ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണും പൂട്ടി നിങ്ങൾക്ക് ബൊലേറോ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ഷോറൂം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വണ്ടി ഒരു 10-12 ലക്ഷം രൂപയുടെ വണ്ടി ഒരു 7 സീറ്ററൊക്കെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ കണ്ണും പൂട്ടി പോയി ബൊലേറോ എടുത്തു. അത്യാവശ്യം കൂടുതൽ ഹൈറ്റ് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയ പോരായ്മകൾ ഇവിടെ ഇവിടെയൊക്കെ വരും. ആകെ അങ്ങോട്ട് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു കുഴപ്പമില്ല. നമ്മൾ അറിഞ്ഞോണ്ട് കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞത്, ബൈജാറിന് എന്തോ പറയണ്ടേ, ഏറ്റവും സ്ലോ ആയിട്ട് 0 to 100 അടിക്കുന്ന ഒരു വണ്ടി ഉണ്ട് ബൊലേറോ. അതൊക്കെ നമ്മൾ ശരിയാണ്. പക്ഷേ കാര്യം വന്നു കഴിഞ്ഞാണ്ടല്ലോ അവനൊരു ഫസ്റ്റ് ഇട്ടിട്ടില്ലേ, നേരെ ഫസ്റ്റിലേക്ക് കട്ടുക. ഹൈവേന്ന് നമ്മളെ പറ്റൂല. പക്ഷെ ഹൈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നേരെ ഓഫ് റോഡ്, അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. 4 വീലർ വണ്ടി കയറുള്ളൂ. നേരെ ഫസ്റ്റിലേക്ക് ഇടുക, ക്ലച്ചിന്ന് വയ്യെ കാലങ്ങനെ എടുത്ത് വിട്ടേക്കുക. പിന്നെ ക്ലച്ച് ചവിട്ടരുത്, പയ്യെ ആക്സിലേറ്റർ പമ്പ് ചാടിയാണ് എത്തേണ്ട സ്ഥലത്ത് എത്താം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ കാര്യങ്ങളാണ്. അത്രയധികം ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട്. നെല്ലിയാമ്പതി പോയാൽ എങ്ങനെ ഉണ്ടായടാ, പിന്നെ സുഖമായിട്ട് 2 വീൽ ബൊലേറോ. അതെ എന്നുവെച്ചാൽ നമ്മുടെ മഡുണ്ടായി താറ് കുറച്ചിങ്ങനെ സ്റ്റോക്ക് ടയർ ആയിട്ട് പോയ സ്ഥലത്ത് ബൊലേറോ MT ഉള്ള വണ്ടി വെറുതെ ചുമ്മാ കയറിപ്പോവും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ താറ് എടുക്കണമെങ്കിൽ ഈ താറ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കണ താറ് ഏകദേശം 10-22.5 ലക്ഷം രൂപക്കാണ് അന്ന് വാങ്ങിച്ചതല്ലടാ. 24 എത്ര നമുക്ക് 22 സംതിങ് ആയി. അതിന്റെ ബാക്കിൽ കുറച്ച് ആക്സറീസ് ഒക്കെ ചെയ്ത് എല്ലാം കൂടെ 22 സംതിങ് ആയി. ആ സമയത്ത് അതിന്റെ 10 ലക്ഷം രൂപ നിങ്ങൾ കുറച്ചു അല്ലെ. 12.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ വണ്ടി 2 വീല് അല്ലെ. അത്യാവശ്യം ആക്സറീസും കയറ്റാം. 12 സ്ക്രീൻ കുറച്ചും കൂടെ വലുതായി, കുറെ ഒരുപാട് ഞാൻ പറയാം സ്ക്രീൻ വലുതായി ഒന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് സസ്പെൻഷൻ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കി, സീറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കി. പിന്നെ ആഡ് ബ്ലൂ വന്നു, സ്റ്റിയറിംഗ് മാറി. സ്റ്റിയറിംഗ് നമ്മുടെ താറിന്റെ പോലെ സ്റ്റിയറിംഗ് ആണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ താറ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബൊലേറോ ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം എടുക്കുക. പിന്നെ താറും ഒരു നല്ല ഓപ്ഷനാണ്. 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരും 2 പിള്ളേരാണെങ്കിൽ ധൈര്യമായിട്ട് താറ് എടുത്തു. ബേസ് വേരിയന്റിന് ഏതാണ്ട് 11,60,000 രൂപ ഉള്ളൂ. അലോയ്സ് ഉണ്ടാവില്ല, സൗണ്ട് സിസ്റ്റം ഉണ്ടാവൂല. പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. അലോയ്സ് ഉണ്ടാവൂല, സൗണ്ട് സിസ്റ്റം ഉണ്ടാവൂല. പിന്നെ ചെറിയ പോരായ്മകളുണ്ട്. ഇതില്ലേ ഇതില്ലേ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ഇല്ലേ, അത് റോക്ക് സ്ലൈഡേഴ്സ് ആണ്.
നല്ല ഹാർഡ് മെറ്റലിലുള്ള സംഭവം, അങ്ങനത്തെ കുറെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് സൂപ്പർ. പക്ഷെ കാണാൻ നല്ല റഫ് ലുക്ക് കിട്ടും. അത് മാറ്റണമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ മഹേന്ദ്രനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പറയാനുള്ളത്. പിന്നെ ബൊലേറോയുടെ ഒരു ലെഗസി കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതൊരു 1.5 ലെഗസി തന്നെ മോനെ, അല്ലേ? ഫ്രം ദെയർ ടു നൗ. ഈ വെറുതെ റേഞ്ച് കളികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൊലേറോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുത്തോ, ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ഇട്ടുന്നവരേക്കും ബൈ.